വർഷം 1991. മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന വമ്പൻ ചിത്രത്തിനു ശേഷം പ്രണവ് അവാർഡ്സിനു വേണ്ടി രണ്ടാമതൊരു സിനിമയ്ക്കുള്ള ചർച്ചകൾ അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന സിനിമ. അച്ഛനും മകനും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ, നെടുമുടി വേണു, ഉർവശി ഉൾപ്പെടെയുള്ള താരനിരയെ ചിത്രത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുകയാണ്. എന്നാൽ അവസാനവട്ട ചർച്ചകൾക്കിടയിൽ ചിത്രത്തിന്റെ അസോസിയേറ്റ് ആയ ജോസ് തോമസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സിനിമയ്ക്ക് മറ്റൊരു കഥയുമായി നല്ല സാമ്യമുണ്ട്. എല്ലാവരും ഒന്ന് ആശ്ചര്യപ്പെട്ടെങ്കിലും അത് സത്യമായിരുന്നു. ബാലചന്ദ്രമേനോന്റെ ഒരു പൈങ്കിളി കഥയ്ക്ക് സമാനമായ കഥ. ഇക്കാര്യം അപ്പോഴാണ് സിബിയും ലോഹിയും അടക്കം തിരിച്ചറിയുന്നതും. സിനിമയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഇങ്ങനെയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നത് ലോഹിതദാസിനെ ആകെ സമ്മർദ്ദത്തിലാക്കി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ കഥ കണ്ടെത്തണം, അല്ലെങ്കിൽ സിനിമ അവിടെ നിന്നു പോകുമെന്ന അവസ്ഥ വരെയായി. പുതിയ കഥ കണ്ടെത്തുക എന്ന ഉറച്ച തീരുമാനത്തോടെ ലോഹിതദാസും സിബി മലയിലും ഛായാഗ്രാഹകനായ ആനന്ദക്കുട്ടനും നേരെ വണ്ടിയെടുക്കുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അറിയുന്ന കഥകളെല്ലാം അവർ ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കി. പക്ഷേ ഒന്നും ശരിയായില്ല. പെട്ടെന്നാണ് ലോഹി സിബിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നത്. താൻ അന്ന് പറഞ്ഞ ഒരു കാര്യമില്ലേ, അത് നമുക്ക് ഒരു സിനിമയാക്കിയാലോ? അങ്ങനെ 4 മണിക്കൂറുകൾ കൊണ്ട് പുതിയ ഒരു കഥ എഴുതപ്പെടുന്നു. 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരുത്തപ്പെട്ട, പിൽക്കാലത്ത് മലയാളത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക്കലായി മാറിയ ആ ചിത്രമാണ് ഭരതം. സിബി മലയിലിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഭരതം പിറക്കുമ്പോൾ കല്ലൂർ ഗോപിനാഥനും രാമനാഥനും തകർത്താടിയ സംഘർഷഭൂമിയിലൂടെ മലയാളികളും നടന്നു നീങ്ങി. സ്വന്തം ജ്യേഷ്ഠന്റെ ചിത തലയ്ക്കു മുകളിലിരിയുമ്പോഴും മനോവ്യതകളെ കടിച്ചമർത്തി രാമകഥ പാടേണ്ടി വന്ന നിർഭാഗ്യവാനായ ഗോപിനാഥന്റെ മനോവിഷമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിന്റെ തിരശീലയിലേക്ക് നടന്നകന്ന രാമനാഥൻ തിരിച്ചു വന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടാകില്ല. ചിത്രത്തിലൂടെ മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. പിന്നീട് പുരസ്കാരം നെടുമുടി വേണുവിനായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരും ഏറെയുണ്ട്. അത്രത്തോളം പകരം വെക്കാനില്ലാത്ത അഭിനയ മുഹൂർത്തങ്ങളാണ് സിനിമയിലുടനീളം മോഹൻലാലും നെടുമുടി വേണുവും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒരിക്കൽ ഉർവശി പറയുകയുണ്ടായി, ശൂന്യതയിൽ നിന്ന് ഒരു ഭരതം സൃഷ്ടിക്കാൻ ലോഹിക്ക് മാത്രമേ കഴിയൂ എന്ന്. ഒരു സൂര്യാസ്തമയത്തിലൂടെ ഭരതം അവസാനിക്കുമ്പോൾ 35 വർഷങ്ങൾക്കിപ്പുറവും സിനിമ കണ്ടിറങ്ങുന്നവരിൽ സംഘർഷങ്ങളുടെ അതേ ശൂന്യത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ ആയുസ്സുകൊണ്ട് ലോഹി എന്ന മാജിക്കുകാരൻ സൃഷ്ടിച്ച അത്ഭുതത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.